ഇറാന് പിന്തുണയുമായി യമനിലെ ഹൂതി വിമതരും. ഇതോടെ ചെങ്കടലിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാകാൻ സാധ്യതയേറി. ഇറാന്റെ പക്കൽ നിന്നും ആയുധ സഹായം ലഭിക്കുന്ന ഹൂതികൾ കൂടി യുദ്ധത്തിൽ പങ്കുചേരുന്നത് ആഗോള ഇന്ധന വിപണിയെയും സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുമെന്നാണ് ആശങ്ക. ഇറാൻ ഇതിനോടകം തന്നെ ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഹൂതികൾ കൂടി രംഗത്തെത്തിയാൽ യമൻ തീരത്തുള്ള ബാബ് അൽ മന്ദബ് കടലിടുക്ക് കൂടി അപകടത്തിലാകും. സൂയസ് കനാൽ വഴിയുള്ള ആഗോള വ്യാപാരത്തിന്റെ കവാടമാണിത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, റഷ്യൻ എണ്ണ എന്നിവ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും എത്തുന്നത് ഈ പാതയിലൂടെയാണ്. വെറും 29 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്ക് ഹൂതികൾ ലക്ഷ്യം വെച്ചാൽ ലോകത്തെ ഇന്ധന വിതരണം പൂർണ്ണമായും നിലയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. ഞങ്ങൾ എല്ലാ സൈനിക ഓപ്ഷനുകളുമായും തയ്യാറാണ്. കൃത്യമായ സമയത്ത് നേതൃത്വം നിർദ്ദേശം നൽകുന്നതോടെ ഞങ്ങൾ നീങ്ങുമെന്ന് ഹൂതി നേതാവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഇറാൻ തിരിച്ചടി നേരിടുന്ന സാഹചര്യം വന്നാൽ തങ്ങൾ സജീവമായി യുദ്ധത്തിൽ പങ്കുചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ ഇറാനു വേണ്ടി പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. 2023 ഗാസ യുദ്ധസമയത്ത് ഹൂതികൾ ചെങ്കടലിൽ നടത്തിയ ആക്രമണങ്ങൾ ലോക വ്യാപാരത്തെ സാരമായി ബാധിച്ചിരുന്നു. 2025 ഒക്ടോബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിലുണ്ടായ വെടിനിർത്തലിന് ശേഷം ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നെങ്കിലും പുതിയ സാഹചര്യത്തിൽ ഹൂതികൾ വീണ്ടും ആയുധമെടുക്കുന്നത് എണ്ണവില കുതിച്ചുയരാനും പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇറാന്റെ ഭൂപ്രദേശങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ബാബ് അൽ മന്ദബിൽ പുതിയ പോർമുഖം തുറക്കുമെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.